അതെ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോ വെച്ചിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ്. ഇത് മുതിർന്നവർക്കും എല്ലാം ചെയ്യാം. ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഫെൽറ്റ് ഷീറ്റാണ്. ഫെൽറ്റ് ഷീറ്റിലും OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലും നമുക്ക് യൂസ് ചെയ്യാം. ഫെൽറ്റ് ഷീറ്റ് കുറച്ചൊരു തിക്നെസ് ഉള്ളതുകൊണ്ട് എനിക്കൊരു കംഫർട്ട് അതിൽ ചെയ്യുന്നതാണ് കേട്ടോ. OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാനൊരു നമ്മുടെ ഹാഫ് മൂണില്ലേ, ഒരു പകുതി സർക്കിൾ അതുപോലെയാണ് വരയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് ഷേപ്പ് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ആദ്യം മാർക്ക് ചെയ്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ആദ്യമേ ഗ്ലൂ വെച്ചിട്ടാണ് അങ്ങ് ചെയ്തത്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഷേപ്പ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഫെൽറ്റ് ഷീറ്റ് ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ബീഡ്സൊക്കെ പേസ്റ്റ് ചെയ്യാം. OHP ട്രാൻസ്പാരൻറ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഇത് മതി. പക്ഷേ ഫെൽറ്റ് ഷീറ്റ് കാരണം ഒരു പെട്ടെന്ന് ഡ്രൈ ആവും, അതുകൊണ്ടാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ബീഡ്സ്, ആ ഒരു ലെയർ കംപ്ലീറ്റ് ബീഡ്സ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തില്ലേ അത്. പക്ഷേ വെക്കുമ്പോൾ ഗ്യാപ്പ് ഒന്നും വരാതെ നല്ല നീറ്റായിട്ട് അടുക്കി തന്നെ വെക്കുക. പിന്നെ ആ ഒരു ഷേപ്പ് മാറാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങോടെ ചെയ്യുക. പിന്നെ ഗ്ലൂ ചില സമയത്ത് ഗ്ലൂ ഒക്കെ പറ്റിയിട്ട് ബീഡ്സ് വൃത്തികേടാവാറുണ്ട്. അതിനൊക്കെ അങ്ങ് മാറ്റിയിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യുക. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തൊരു ലെയർ നന്നായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് എന്നിട്ട് ഇതുപോലെ ഒരു ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റോൺ ചെയ്യുന്ന കുറച്ച് ലെങ്ത് വെച്ചിട്ടാണ് ഞാനിതേ ഇതുപോലെ പതിയെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കുറച്ച് സ്ലോ ആയിട്ട് ഫിക്സ് ചെയ്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ആ ബീഡ്സും അതും തമ്മിലുള്ള സ്റ്റോൺ ചെയിൻ തമ്മിൽ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുക. കണ്ടില്ലേ? എന്നിട്ട് നമ്മുടെ ആ സ്റ്റോൺ ചെയിൻ ലെങ്ത് ഇല്ലേ ഒരു സൈഡിൽ നമ്മൾ ഒരു ഹാങ്ങിങ് കൊടുത്തില്ല, അതും ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ബാലൻസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇത് നമുക്ക് സ്റ്റോൺ ചെയ്യാൻ 2 3 ലെയർ കൊടുക്കാൻ കേട്ടോ. ഞാനിവിടെ ഒരു 2 ലെയർ കൊടുക്കുന്നുണ്ട്. നമ്മളത് ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി കയറി നിൽക്കും. അതുകൊണ്ടാണ്. അതിനുശേഷം അടുത്ത ഒരു ലെയറിൽ താഴെ ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കുന്നുണ്ട്. ഈ ക്ലിപ്പ് സ്റ്റോണിന് പകരം നിങ്ങൾക്ക് അവിടെ ബീഡ്സ് വേണമെങ്കിൽ കൊടുക്കാം, അവിടെയും സ്റ്റോൺ ചെയിൻ വേണമെങ്കിൽ സ്റ്റോൺ ചെയിൻ കൊടുക്കാം. സ്റ്റോൺ ചെയിൻ പല തരത്തിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിപ്പം ഉള്ളതുകൊണ്ട് വലിപ്പം കുറയും. അതിങ്ങനെ നിങ്ങൾക്ക് 2 തരത്തിലുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാനവിടെ ക്ലിപ്പ് സ്റ്റോൺ ആണ് കൊടുക്കുന്നത്. ക്ലിപ്പ് സ്റ്റോണും പല സൈസുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതുപോലെ നല്ല ഗ്യാപ്പ് വരാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യുക. ക്ലിപ്പ് സ്റ്റോൺ അറേഞ്ച് ചെയ്യുമ്പോൾ ഗ്യാപ്പ് വരാറുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം അതിന് നന്നായിട്ട് ഗ്യാപ്പൊക്കെ മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് വരുന്നത്. അതാണ് കേട്ടോ. ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് എപ്പോഴും എഡ്ജുണ്ട്, നമ്മൾ ചെയ്തതിൻ്റെ എൻഡില്ലേ, 2 സൈഡിലെ എൻഡ്, ഒരു സൈഡിൽ ബീഡ്സ് കൂടുതലും ഒരു സൈഡിൽ ബീഡ്സ് കുറവും, അങ്ങനെ വരാത്ത രീതിയിൽ രണ്ടും ഈക്വലായിട്ട് ഒരുപോലെ തന്നെ 2 സൈഡിലെയും ആ എഡ്ജ് കറക്റ്റായിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. എന്നിട്ട് കൈകൊണ്ടെല്ലാം നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് വീണ്ടും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫെൽറ്റ് ഷീറ്റ് ആകുമ്പോൾ കുറച്ച് നന്നായിട്ട് ഗ്ലൂ പേസ്റ്റ് ആയിട്ടില്ല എങ്കിൽ അത് ഇളകി വരും. OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണെങ്കിൽ കുറച്ച് ഗ്ലൂ, കാരണം അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതല്ലേ, ഗ്ലൂ പെട്ടെന്ന് ഡ്രൈ ആവില്ല, അതുകൊണ്ടാണ്. ഇനി മേളിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു ലെയർ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. ഗ്ലൂ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു ലെയർ സ്റ്റോൺ ചെയിൻ വീണ്ടും കവർ ചെയ്യുന്നു. ഇനി അവിടെ സ്റ്റോൺ ചെയിന് പകരം നിങ്ങൾക്ക് ക്ലിപ്പ് സ്റ്റോൺ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ലെയർ വേണോ ചെയ്തെടുക്കാം. നമ്മൾ എത്ര ലെയർ വയ്ക്കുന്നു അത്രയും ഭംഗിയാണ്. നമ്മൾ നേരത്തെ ഒരു ഹാങ്ങിങ് കൊടുത്തില്ലായിരുന്നോ, അവിടെ ഒരു ലെങ്തിൽ കുറച്ച് നമ്മൾ സ്റ്റോൺ ചെയിൻ വിട്ടിട്ടുണ്ടായിരുന്നു. അത് 2 ലെങ്ത് ഈക്വൽ ആക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഫിക്സ് ചെയ്യാനായിട്ട്. ഫിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, സ്റ്റോൺ ചെയിൻ നമ്മൾ നേരത്തെ ഒട്ടിച്ചില്ലേ, അവ തമ്മിൽ അധികം ഗ്യാപ്പ് വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത സൈഡിൽ നമ്മളത് ഫിക്സ് ചെയ്തതിന് ശേഷം ഒന്നെല്ലാം അറേഞ്ച് ചെയ്യുക. എന്നിട്ട് 2ൻ്റെ ലെങ്ത് ഈക്വൽ ആയതിനു ശേഷം ഈക്വലാക്കി നോക്കിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുക. കണ്ടില്ലേ, ഭയങ്കര സിമ്പിളായിട്ട്. ഇതൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളാണ്. വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. കാരണം ബീഡ്സ് ആയതുകൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല ഗ്ലൂ ആവശ്യമാണ് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് നല്ല, ഇത് നിങ്ങൾക്ക് വലിപ്പം കുറച്ച് കൂടിയ ബീഡ്സ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ സെയിം ബീഡ്സ് തന്നെയാണ് കൊടുക്കുന്നത്. കുറച്ചുകൂടെ വലിപ്പമുള്ളത് കൊടുക്കാം, കളറായിട്ടുള്ളതും കൊടുക്കാം കേട്ടോ. ഈ വൈറ്റിന് വരെ എല്ലാം നിങ്ങൾക്ക് കളർ കൊടുത്തും ചെയ്യാം. ഇനി ആ ലെയർ കംപ്ലീറ്റ് ബീഡ്സ് കൊണ്ട് അറേഞ്ച് ചെയ്യുക. ഞാൻ കളർ കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വൈറ്റ് ബീഡ്സിന് പകരം നിങ്ങൾക്ക് പിങ്കോ എന്ത് കളർ വേണോ, ഗ്രീനോ എന്ത് ഇത് വേണോ നിങ്ങൾക്ക് കൊടുത്ത് ചെയ്യാം. അത് കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കും, അത് കുറച്ചുകൂടെ ഇങ്ങനെ എടുത്ത് നിൽക്കും. എനിക്ക് വൈറ്റ് ആയിരുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ വൈറ്റ് ചെയ്തത്.
അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ കോമ്പിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കിത് ക്ലിപ്പ് സ്റ്റോണിൽ ഫിക്സ് ചെയ്യാം. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പ് സ്റ്റോണിലൊക്കെ ഫിക്സ് ചെയ്തെടുക്കാം. അലിഗേറ്ററിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഇതുപോലെ അതൊന്ന് കവർ ചെയ്യുക. ഫുള്ള് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് ഡ്രൈ ആവാനായിട്ട് ഒന്ന് വയ്ക്കുക. എല്ലാം ഒന്ന് നന്നായിട്ട് അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ച് ഡ്രൈ ആയതിന് ശേഷമാണ് ഞാൻ സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നല്ല കട്ട് ചെയ്ത് വരുമ്പോൾ ഇത് ഫെൽറ്റ് ഷീറ്റായാലും OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റായാലും നമുക്ക് വേറെ ബീഡ്സ് എന്താ പറയുക പ്ലെയിനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പുറത്തേക്ക് എന്തെങ്കിലും നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് നമുക്ക് നമ്മുടെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക. ഇതിൽ അങ്ങനെ ബുദ്ധിമുട്ട് വരത്തില്ല. പറ്റിയില്ല എങ്കിൽ മാത്രം ലൈറ്റർ വെച്ച് ഉരുക്കിയാൽ മതി. കണ്ടില്ലേ ബീഡ്സ്? ഈ ബീഡ്സിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഹാങ്ങിങ് അല്ലേ, ആ ഹാങ്ങിങ് ഒരു എഡ്ജ് കൊണ്ട് അതിൽ ഫിക്സ് ചെയ്യുക. ഒന്ന് ഫിക്സ് ചെയ്തിട്ട് 2 സെക്കൻഡ് നമ്മൾ കയ്യിലൊന്ന് ഹോൾഡ് ചെയ്യുക. അപ്പോഴേക്കും അത് ഫിക്സ് ആയിക്കോളും. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോൺ ചെയിനിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ബീഡ്സ് എടുത്ത് ഫിക്സ് ചെയ്ത് വെച്ചാലും മതി. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ അങ്ങ് ചെയ്തോളൂ. കണ്ടല്ലോ, ആ ഒരു ഹാങ് നല്ല ഭംഗിയായിരിക്കും. പിന്നെ കുറച്ചുകൂടെ വലിയ ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ് വലുത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അതേ സൈസിലുള്ള ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ വെയിറ്റുള്ള ബീഡ്സ് ആകുമ്പോൾ അത് കറക്റ്റായിട്ട് കുറച്ചുകൂടെ എടുത്ത് നിൽക്കും ഭംഗിക്ക്. കണ്ടോ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് 4ഉം ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ഫിക്സ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വെക്കുക. കാരണം ആ ബീഡ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. ആ ബീഡ്സ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ കോമ്പ് എടുക്കുക. കോമ്പിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇനി നമുക്കിവിടെ ഹോട്ട് ഗണ്ണില്ലേ, ഗ്ലൂ ഗൺ വെച്ചും ഫിക്സ് ചെയ്യുക. ഒന്ന് ഫിക്സ് ചെയ്തു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതുമാണ് കേട്ടോ. കണ്ടല്ലോ, ബാക്കൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ്നെസ്സാണ്. ഒരു വൃത്തികേടോ അങ്ങനെയൊന്നുമില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിതൊക്കെ ഡെയിലി നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പെട്ടെന്നൊന്നും ഡാമേജോ ഒന്നും വരത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഒപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.